അയ്യോ കൊന്നല്ലോ മഹാപാപികളെ. എടാ അവിടെ അയാളെ കൊന്ന് ഡെഡ് ബോഡി ആക്കിട്ട് ഇവിടെ സ്വന്തം ബോഡി ഡെവലപ്പ് ചെയ്യാ. ബാനർജി വരുന്നമ്മേ, വരുന്നു. മഹാപാപി അവരെ ദാരുണമായി കൊന്നല്ലോ. അയ്യോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ അമ്മേ. ദേവി സരസ്വതി, എനിക്കിത് വേണ്ടി യാതൊരു ബന്ധമില്ലേ. എന്നെ ഇനി കൊടുക്കല്ലേ. എന്താമേ നന്നായിട്ട് ഓടുന്നുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇരുന്ന് കരയുന്നത്? അവൻ ഓടുന്നതിന് ഞാൻ എന്തിനാടാ കരയുന്നേ? വേറെ എന്തിനാ? നായടാ. നായ, നന്ദിയുള്ള നായ. ആ നായ അല്ലത്, അവിടെ നോക്ക്. ഈ നായോ? ഈ നായൊന്നും ഇവൻ കൊന്നില്ലല്ലോ. ഞാൻ ടെറസിൽ യോഗ ചെയ്യായിരുന്നു. ഇവനാ പാല് കൊടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞപ്പോ വെട്ടിയിട്ട പോലെ ചത്തു കിടക്കുന്നു. ചത്തതല്ല, പാല് പിടിച്ച് ഉറങ്ങുക. കണ്ടില്ലേ ശ്വാസം പെടുന്നേ? ഞാൻ പറഞ്ഞില്ലേ ഇവൻ വളരെ നല്ലവനാ. അതൊന്നുമില്ല, രാത്രി മുഴുവൻ കുരച്ചോണ്ടിരുന്നില്ലേ, അതുകൊണ്ട് കുറച്ച് ജിഗിരിതന്ത ദൂത് കൊടുത്താ. അതിനുവോ? ജിഗിരിതന്റെ ദൂതോ? അതെന്താ? തൊണ്ടവേദന മാറാൻ കുരുമുളകും ജീരവും കലർന്ന പാല്. വെരി ഗുഡ്, നീ നന്നായി വരും. ഇവൻ ഈ വീട്ടിൽ നിന്നാലും ഇല്ലേലും നീ ഇവിടെ വേണം. അപ്പോഴേ ഈ വീട് സുരക്ഷിതാവൂ. ശരി. എങ്ങനെയൊക്കെയോ മാത്രം വർക്കൗട്ട് ആക്കുവാ. ജഡ്ജിന് മുമ്പ് എന്നെ കൊല്ലുവോ നീ? എക്സ്ക്യൂസ് മീ, ഒരു ചെറിയ ക്വസ്റ്റ്യൻ. അന്ന് എനിക്ക് ജിഗിരിതന്ത തന്നതിനൊരു കാരണമുണ്ട്. ഇന്ന് നായ്ക്ക് എന്തിനാ ജിഗിരിതന്ത കൊടുത്തത്? എന്റെ തോക്കതിനെ വീണ് കിട്ടി, എടുക്കാൻ ചെന്നപ്പോ കുറച്ചു. നിന്നെ പറ്റിച്ച പോലെ അതിനെ പറ്റിച്ചു. ഓ തല എനിക്ക്. ആദ്യം നീ ഇവനെ കൊല്ലുക, അവന്റെ തല എനിക്ക് വേണം. അവൻ വരുന്നു. അതിനോട് തിരിച്ചു വന്നോ? എങ്ങോ പോയി എന്താ ഇങ്ങനെ ഓടി നടക്കുന്ന ഭൂകമ്പം വന്ന മാതിരി? എന്തിനാ തിരിച്ചു വന്നു? ബാക്കി വെക്കാൻ എല്ലാം തിന്നു തീർക്കും. ഫോറിൻ ഗുരു തിരിച്ചു വന്നോ? ജർമ്മനി പോയി വന്നതിന് ശേഷം നീ നന്നായി പാടാൻ പഠിച്ചു കുട്ടപ്പ. എന്റെ പേര് കുട്ടപ്പൻ എന്നല്ല, ഇളയമാൻ. അതെന്താടാ ഇളയമാൻ? പേടമാൻ, പുള്ളിമാൻ പോലെ. ഇളയരാജയിൽ നിന്ന് ഇളയെ പറിച്ച് റഹ്മാനിൽ നിന്ന് മാനെ ഓടിച്ചോണ്ട് വന്ന് രണ്ടും ചേർത്ത് ഇളയ മാനാക്കി. അലിയ, പേര് മാറ്റിട്ട് കാര്യമില്ല. ഞാൻ വന്നില്ലേ, ഇനി ട്യൂൺ മാറ്റ്. എന്തിനാ ചിരിച്ചേ? താൻ പാടിയതില് ശ്രുതി ഒന്നും ശരിയല്ല. ശ്രുതിയോ? ആരാ നീ? അവൻ എന്റെ അളിയനാ, അസിസ്റ്റന്റ് അളിയാ. പാചകക്കാരൻ ശ്രുതിയെ പറ്റി പറയുന്നു. നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഒരു വാക്ക് പറ. ഇപ്പൊ പറഞ്ഞു വിട്ടേക്കാം. ഇഷ്ടമായില്ല. ഇഷ്ടമായില്ല. അവൻ ചിരിച്ചത് ഇഷ്ടമായില്ല. എന്നതാ ഇത്? ശ്രുതിയെ പറ്റി പറയുന്നോ നീ? മ്യൂസിക്കിനെ പറ്റി എന്നോട് പറയുന്നോ? എന്നാ ഗിത്താർ പിടി, വേഗം പാട്ട് പാട് നോക്കട്ടെ. നീ ലിസ്റ്റിനകത്ത് പെടും കേട്ടോ. ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് പേടിയില്ല. ഇപ്പൊ ഇവൻ പാടിയില്ലെങ്കിൽ ജഡ്ജിനോട് പറഞ്ഞ് ഗെറ്റ് ഔട്ട് ലിസ്റ്റിൽ ചേർക്കും. നിനക്ക് വരാനുള്ള വഴി തന്നെ. അതല്ല, നിന്നെ ബുദ്ധിമുട്ടിയാലും വേണ്ടില്ല, ഇവനോട് പാടാൻ പറ, ഇല്ലെങ്കിൽ ഇവൻ ഗെറ്റ് ഔട്ട്. കൊള്ളാലോ. അതേ ട്യൂണ്. എല്ലാരും എന്തിനാ ഓടുന്നേ? നിന്റെ ജഡ്ജിയങ്കിൾ വന്നു. ഞാനാ മാമ. എഴുന്നേക്ക്. നീ എപ്പോഴാ ജർമ്മനിന്ന് വന്നത്? ഇന്ന് രാവിലെയാ മാമ. നീ എന്തിനാ എന്റെ കാലിൽ വീണത് മോനെ? ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞില്ലേ, അതിനു വേണ്ടിയാ. ആരൊക്കെ ഈ വീട്ടിൽ എന്തൊക്കെ പറഞ്ഞാലും എന്റെ താരക്ക് നീയാണ് പയ്യൻ. താങ്ക് യു മാമ.
എവിടെ ലൈൻ കൊടുക്കാനേ വയറ് കണക്ക് ചെയ്യുന്നേ? ലൈൻ കൊടുക്കാനല്ല, ലൈൻ കെടുത്താൻ. കെടുത്താനോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ. അതെടുത്തേ. ഏത്? അത് ഇന്നാ ആ ടൈമർ എടുക്കുക. ടൈമർ ഇതാ. ഇത് എന്തിനാ? അലാറം വെക്കാനാ? നിന്നെ ഉണർത്താൻ ഞാനുണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്? 8:30 വരെ നീ ഉറങ്ങുമോ? രാവിലെ 7 മണിക്ക് ജഡ്ജി ഡാർജിലിംഗ് പോകുന്ന അറിയില്ലേ? അതിനല്ലേ വണ്ടി വന്ന് കിടക്കുന്നേ. ആ വണ്ടിക്കടിയിൽ വെക്കാനാ ടൈം ബോംബ് സെറ്റ് ചെയ്യുന്നത്. ബോംബോ? അപ്പൊ വെടിവെക്കൽ മാത്രമല്ല പണി, കൊല്ലുന്നതിന്റെ പണി. എങ്ങനെ വന്നാലെന്താ? കറക്റ്റ്, ന്യായമായ ചോദ്യം. അല്ല, എന്താ ഈ ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കൈ ഗ്ലൗസ് ഇട്ടിരിക്കുന്നേ? കൈയടയാളം പതിയില്ലേ? ബുദ്ധിയുള്ള കൊലയാളിയാ. അതെ, ഇത്ര നേരം ഞാൻ എടുത്തു തന്നപ്പോ എന്റെ അടയാളം പതി. എന്താടാ ആ ബോംബ് വെച്ചതിന് തെളിവ് വേണ്ടേ? എണീറ്റ് വാ. അപ്പൊ നീ വെക്കുന്ന ബോംബ് ഞാൻ വെച്ച പോലെയാ? അയ്യോ, മിണ്ടാതെ കിടന്നാ മതിയായിരുന്നു, ഞാൻ തന്നെ വന്ന് കുടുങ്ങി. അരമണിക്കൂർ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. അപ്പൊ അതിനുള്ള അരമണിക്കൂർ ഞാൻ വണ്ടിക്കടിയിൽ പോവാം. നീ എന്റെ പുറകെ വന്ന് ആരെങ്കിലും വരുന്നുണ്ടോ നോക്കി സിഗ്നൽ തരണം. ഇല്ലെങ്കിൽ കൊന്നുകളയും ഞാൻ. പോടാ. അയ്യോ, എന്താ തിരിച്ചു വന്നായിരുന്നാ? അവിടുന്ന് ഇവനെന്താ കുരങ്ങനേക്കാൾ മോശമായിട്ട് ചാടുന്നത്? ഇതൊക്കെ കുരങ്ങന്മാര് കണ്ട നാണക്കേട് കാരണം ഒരു ആത്മഹത്യ ചെയ്ത് കളയും. അതിരിക്കട്ടെ, ആരെങ്കിലും വരുന്നുണ്ടോ നോക്കാം. വീടിന്റെ പുറകിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു. വേഗം പോയി നോക്ക്. വേഗം 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 പോ. സാർ, അവൻ വണ്ടിയുടെ അടിയിൽ ബോംബ് സെറ്റ് ചെയ്യുന്നു. പണി തുടങ്ങി കഴിഞ്ഞു. കുറ്റം എന്റെ തലയെ വെച്ചിട്ട് ബോംബ് വെക്കുമല്ലേ? എട്ടിനൊപ്പം എത്ര പേര് ആകുമോ? ഇവിടെയാണോ പോകുന്നേ? ഞാൻ അതിനല്ല. അയാള് വന്ന എന്നെ കണ്ടില്ലെന്ന് പറ. അയാള് തന്നെ ആ ഇളയമാൻ ലൂസ്. ഞാൻ പോയി ഒളിക്കട്ടെ. എവിടെ വിളിക്കാൻ? ആ വണ്ടിയുടെ അടിയില്. അയ്യോ, അവിടെ തന്നെ പോയി വിളിക്കണോ? അയ്യോ, പോയി. അയ്യോ, നീ ഇവിടെ എന്തെടുക്ക? ഞാനാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച എന്നെ വന്നപ്പോ പഞ്ചറാക്കും. ജഡ്ജി നാളെ പോകാൻ പോകല്ലേ? അദ്ദേഹത്തിന് ആടിന്റെ സൂപ്പ് വേണമെന്ന് പറഞ്ഞു. എന്റെ മച്ചാനെ വെക്കാൻ അറിയാത്തോണ്ട് എന്നോട് വെക്കാൻ പറഞ്ഞ് ശല്യപ്പെടുത്തുക. എന്റെ കൈ മുറിഞ്ഞത് കാരണം ഗ്ലൗസ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് പോലും വിടുന്നില്ല. ഞാൻ വെളിയിലേക്ക് ഓടി വന്നപ്പോ ഈ വണ്ടി കണ്ടു. അടി കയറി വിളിച്ചതാ. ഇപ്പൊ കുട്ടി കണ്ടുപിടിച്ചു. നീ പേടിക്കണ്ട, ഞാൻ നിന്നെ രക്ഷിക്കാം. ഓക്കെ? ഉള്ളി പോയി രണ്ടുപേരും കൂടി എന്നാ ചെയ്യുവാ? അയ്യോ, നീയോ? അവളെ കണ്ടോ? എവളെ? എന്റെ വുഡ് ബി താരയെ. ആ, കണ്ടു. കണ്ടില്ല. കണ്ടോ? കണ്ടില്ലേ? കണ്ടടാ. എവിടെ പോയി? അത് ഇങ്ങനെ നേരെ പോയി അങ്ങോട്ട് ഓടിപ്പോയി. അങ്ങോട്ട് എന്തിനാ ഇങ്ങനെ പോയി അങ്ങോട്ട് ഓടിയേ? അതെനിക്കറിയത്തില്ല, പക്ഷെ അങ്ങോട്ടാ പോയത്. നേരെ തന്നെ പോവല്ലോ. അങ്ങനെയും പോവായിരുന്നു. ഹലോ ബേബി. വാട്ടാ ബഡി? എന്താ ഇനി ഒച്ച വെക്കാത്ത? ഞാനെന്തിനു ഒച്ച വെക്കണം? അകത്താരുമില്ലേ? ആരുമില്ലല്ലോ. എവിടെ പോയി കാണും? നീ ആരെയാ നോക്കുന്നേ? ഞാൻ അളിയനെ നോക്കുക. ശരി, ഞാൻ അപ്പുറത്ത് പോയി നോക്കാം. അളിയാ, എന്താ ഇത്? 2 വയസ്സ് കുട്ടി തന്നെയാ. നീ ഉണ്ടല്ലോ 2 വശത്ത്. ഞാൻ ചുറ്റി വന്നതാ. ഞാൻ ഉരുണ്ട് വന്നതാ. നീ ആരോടാ സംസാരിക്കുന്നേ? നീയോ? അതെ, നീ താരയെ നോക്കി പോയപ്പോ വഴിയിൽ ആ റാസ്കലിനെ കണ്ടായിരുന്നു. ഏത് റാസ്കലിനെ? അവൻ തന്നെ എന്നെ എപ്പോഴും പറ്റിച്ചു കുറ്റിച്ച് ബുദ്ധിമുട്ടിക്കുന്ന എന്റെ അളിയൻ റാസ്കൽ. നീ അളിയനെ തിരയുന്നു, പക്ഷെ ഈ ഞാൻ എന്റെ പെണ്ണിനെ തിരയുന്നു. നീ എന്തിനാ തിരയുന്നേ? എന്റെ കഴിവ് തെളിയിക്കാനാ. എടാ, എന്താണേലും തെളിയിക്കാൻ നേരവും കാലമില്ലടാ. നിന്നെ പോലെ അറിവ് കെട്ട വൃത്തികെട്ട ബുദ്ധിയില്ലാത്ത കഴുതകൾക്ക്. ആരെ ചീത്ത പറയുന്നേ? ഞാൻ എന്റെ അളിയനെ ചീത്ത വിളിച്ചതാ. ഓ, കേട്ടോ നിന്റെ മച്ചാൻ നിന്നെ ചീത്ത പറയുന്നേ? സാരമില്ല, പാവല്ലേ. ഒരു ഡ്യൂറ്റ് സോങ് അവളെ കേൾപ്പിക്കണമെന്ന് ട്രൈ ചെയ്യുമ്പോ അവൾ എസ്കേപ്പ് ആയി പോകുന്നു. അത് ഇന്നലേക്ക് നാളെ കേൾപ്പിക്കാമല്ലോ. അവള് കേട്ടാലും ഇല്ലേലും നീ അത് കേൾക്കണം. ba 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 ba
എന്താ അവിടെ ഒരു ശബ്ദം? അയ്യോ ജഡ്ജി മാമൻ. അയ്യോ നീ ഇത്ര നേരം ഇത് എവിടെയായിരുന്നു? അകത്തായിരുന്നു. എന്ത് ചെയ്യുമായിരുന്നു? സെറ്റ് ചെയ്യുമായിരുന്നു. എന്ത് ബോംബ്. സെറ്റ് ചെയ്തോ? ഏത് ഗ്യാപ്പിലാടാ ചെയ്തേ? ഏത് ഗ്യാപ്പിച്ചതിലും നിനക്കെന്താടാ ബുദ്ധിയില്ലാത്തന്നെ, ബോധമില്ലാത്തന്നെ, റാസ്കൽ. നാളെ ആരുടെ ജീവൻ ആരെടുക്കുമെന്ന് നോക്കിക്കോളാം. പോകാം. വാ. അയ്യവേ. പണി കിട്ടി. നാളെ ദൂരേന്ന് നോക്കാം ഇത് അങ്ങനെ പൊട്ടിത്തെറിക്കുമെന്ന്. ആദമാ, ആദമാ, എല്ലാരും ചാകുവേടാ. ഇപ്പോഴെന്തിനാ കാരണേ? 8:30 പൊട്ടു. എത്ര മണിയെന്ന് പ്രശ്നമല്ലടാ, എത്ര പേരെന്നതാ പ്രധാനം. വന്ന് നോക്കടാ, ആ വണ്ടിയിലുള്ള ആളുകളെ വന്ന് നോക്ക, അവിടെ നോക്കടാ, നോക്ക്, അവിടെ നോക്ക്. വലുത് മുതല് ചേർന്ന് വരും ഒരു കുടുംബം മുഴുവൻ സൈഡിൽ ഉണ്ട്. സീറ്റ് ഉണ്ട്. ഇവർക്ക് എന്ത് പാവാടാ ചെയ്ത് കണ്ടോടാ. നിനക്ക് പോലെ ഉള്ളിന്റെ ഉള്ളിൽ കരച്ചിന് വരുന്നു. എന്താടാ കരഞ്ഞോണ്ടിരുന്നവൻ പെട്ടെന്ന് ചിരിക്കുന്നേ? ജഡ്ജ് ജഡ്ജ് കയറുന്നതിനാണോ സന്തോഷിക്കുന്നത്? കുടുംബം മൊത്തം കയറിക്കൊണ്ടിരിക്കുക. അതായുള്ള തലവിധി. കുടുംബമായിട്ട് ചാകണമെന്ന്. ഒരു ക്രൂരമായ കാര്യം എത്ര കൂളായിട്ടാ പറയുന്നത്. ആ, കേറ്. അയ്യോ, ഇത് ഡാർജിലിംഗിൽ കൊണ്ടുവന്ന് പാടാൻ പോവാണോ? പിന്നല്ലാതെ. അയ്യോ, ഇതിന്റെ ശബ്ദം കേട്ടെന്റെ തലയ്ക്ക് വട്ടുപിടിച്ച ചാകണോ തോന്നുന്നു. ഞാൻ ഇവിടെ പോയാലും ശരി, ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല, മരണമില്ല. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാം അറിയുമെന്ന് പറയാറുണ്ട്. അങ്ങവിടെ ഇരിക്കുന്ന കുടുംബത്തിന് അതെല്ലാം മനസ്സിലായോ? എവിടെ? ബാനർജിയെ കണ്ടില്ലല്ലോ. എന്നെ എന്തിനാ അന്വേഷിക്കുന്നത്? ഇതാ ഇവിടെ നിൽപ്പുണ്ടമ്മേ. അപ്പൊ എന്നെ കൊല്ലാൻ നോക്കുന്നു നീ. അത് നടക്കില്ല, ഞാനിവിടെ ഇല്ല. അയ്യോ, എന്നെ ഞാൻ തന്നെ ഇപ്പൊ കാട്ടിക്കൊടുത്തു. തന്നെ കൊണ്ടുവരാമേ. ഇല്ല, ഞാൻ വരില്ല. എന്നെ വിട്, എന്നെ വിട്. അയ്യോ, എന്നെ വിട്, എന്നെ കൊണ്ടുപോകല്ലേ. Silent ആയിട്ടിരിക്കുക. എല്ലായിടത്തും വെച്ചല്ലേ? എന്താ അമ്മേ, എന്റെ മച്ചാനെ നിങ്ങളോട് കൊണ്ടുപോകാന്ന് പറഞ്ഞ് വിളിച്ചതല്ലേ? ഗുഡ് ഐഡിയ. ബാനർജി, നീ ഞങ്ങളുടെ കൂടെ വായോ. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോ കൂടെ വരാൻ വിളിച്ചതല്ലേ? നീ എനിക്കിട്ട് പണി വന്നില്ലേടാ? മസാലപ്പൊടി മുളകുപൊടി എല്ലാം കറക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോന്ന് അറിയാനാ വിളിച്ചത്. വെച്ചിട്ടുണ്ടോ? വെച്ചിട്ടുണ്ട് മോളെ, വെച്ചു. ഇത് ഞാൻ അവിടെ വന്നപ്പോ ചോദിക്കായിരുന്നില്ലേ? ഇവിടെ വന്നിട്ടാണോ പറയുന്നത്? എന്റെ ഡാ, അമ്മ വിളിച്ചത് കേട്ടില്ലേ? നീ എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. വാ, ഒരുമിച്ച് പോവാം. അയ്യോ, എല്ലായിടത്തും ഒന്നിച്ച് പോകണമെന്ന് ആലോചിച്ചാ എങ്ങനെയാ ശരിയാവുന്നത്? അവിടെ പാചകം ചെയ്യാൻ ആള് കാണും, എടുത്ത് വളമ്പോ ആള് വേണമല്ലോ. ഉണ്ടെങ്കിലല്ലേ. നല്ല ആഹാരം വേണം. അയ്യോ, എല്ലാ കാര്യവും നോൺസിംഗ് ആയി പോകും. വണ്ടി കയറാ. ഞാൻ തുണി മണി ഒന്നും എടുത്ത് ഞാനല്ലേ വെച്ചില്ല. എടുത്തു വെച്ചു സാർ. അപ്പൊ നേരത്തെ എടുത്ത് വെച്ചത് നിന്റെ തുണിയല്ല. അല്ല, എല്ലാം നിങ്ങളുടെ തുണിയാ വെച്ച. എന്തിനാടാ ഇത്ര വലിയ പ്ലാൻ? സാർ കത്തുന്നു. എന്ത്? അകത്ത് പാല അല്ല മോര അല്ലല്ലോ കൊല വൈറബി എല്ലാം തീർന്നിട്ട് ഒരു ബസ്സിൽ ഓരോ പിടിച്ച് ആരൊക്കെ വന്നേക്കാം. ഏയ്, ചുടുന്നതും വേവിക്കുന്നതെല്ലാം നിന്റെ അളിയൻ നോക്കിക്കോളും. അവൻ നിന്നേക്കാ ബുദ്ധിശാലി. അതെനിക്കറിയാലോ. നന്നായിട്ട് പോയിട്ട് പോകാൻ വെച്ചാ. എവിടെ വരാനാ? പോലീസ് ഇത് വിട്ട പിന്നെ എനിക്ക് ചാൻസ് കിട്ടൂല. സോറി സാർ, വരുന്ന വഴിയിൽ ഒരു ആക്സിഡന്റ്. സാരമില്ല, എനിക്ക് എല്ലാ അറേഞ്ച്മെന്റും കറക്റ്റ് ആയിട്ട് ചെയ്തു തന്നു. ഞാൻ കുറച്ചുകൂടി ലേറ്റ് ആയെങ്കിൽ സാർ പോയേനെ. ഇപ്പൊ പിന്നെ ഏയ്, നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ? അകത്ത് പോ. അയ്യോ, ബസ്സിനകത്ത് പോകാനാ പറഞ്ഞ മച്ചാ. നീയും ഇവരോടൊപ്പം പോകുന്നുണ്ടോ? ഇപ്പഴും നീയാ? മുരുക, വെള്ളം എടുക്കാൻ മറന്നുപോയി, കൊണ്ടുവാ. ഇതാ കൊണ്ടുവരാം. സെക്യൂരിറ്റി ഇവിടെ വാ. സാർ, വണ്ടി നല്ലവണ്ണം ചെക്ക് ചെയ്തല്ലോ. രാവിലെ തന്നെ ശരിക്ക് ചെക്ക് ചെയ്തു സാർ. ഇവരെ പോലുള്ളവർ കാരണം ബോംബ് പൊട്ടുന്നത്. സർ, യുവർ എസ്കോർട്ട് ഈസ് റെഡി. സേഫ് ജേർണി സർ. താങ്ക് യു. ഓക്കെ. ഡേയ്, എന്താ? ഡേയ്, ഇത് കമ്മീഷണറാ. അതറിഞ്ഞോണ്ട് തന്നെ വിളിച്ചേ സാർ. ഡേയ്, എന്തിനാണ് എന്നെ തനിയെ വിളിച്ചോണ്ട് വന്നേ? സാർ, എന്റെ അവസ്ഥ വളരെ മോശമാണ്. പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. ഒളിക്കാതെ പറ. പറയാം സാർ, ഈ വിഷയം നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എന്ന് ആരോടും പറയണ്ട. ഇവിടെ മുരുകാ, എന്താടാ, എന്തോന്നാ ബാ എന്ന് പറഞ്ഞു നിർത്തിയേ? എന്നാണോ പറഞ്ഞേ? എങ്കിലും പറയാമല്ലോ സാർ. വല്ലാതെ വിശക്കുന്നുണ്ട് എനിക്ക്. ഒരു 10 രൂപ ഉണ്ടെങ്കിൽ കയ്യെ തൊപ്പിയോ? ഇതിനു വേണ്ടി ഒരു കമ്മീഷൻ ഇങ്ങനെയാണോ വിളിക്കുന്നത്? ചരക്കിനെ വിളിക്കുന്ന പോലെയാണോ വിളിക്കുന്നത്? എന്നാ, ഒന്ന് തന്നാലുണ്ടല്ലോ.